സല്യൂട്ട് ഭാരത്. സല്യൂട്ട് ഭാരതിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ എ ഹരികുമാറാണ്. സാർ നമസ്കാരം. സാർ, നമുക്കിന്നിവിടെ നമ്മൾ സംസാരിക്കുന്ന വിഷയം സാറിനോട് ചോദിക്കാനുള്ളത് ഈ സൂര്യാസ്ത്ര എന്ന് പറഞ്ഞിട്ടൊരു റോക്കറ്റ് ലോഞ്ചറിനെ കുറിച്ചാണ്. അതായത് വരുംകാല യുദ്ധത്തിൽ റോക്കറ്റ് ടെക്നോളജിയുടെ പ്രസക്തി അത് എന്ത്, അവിടെ ഈ സൂര്യാസ്ത്ര കൊണ്ട് ഇന്ത്യക്ക് എന്തെല്ലാം നേട്ടമുണ്ട്, അമേരിക്ക അതായത് മറ്റ് രാജ്യങ്ങൾ, അമേരിക്ക തുടങ്ങി ചൈന തുടങ്ങിയ രാജ്യങ്ങളുടെ ഇത്തരത്തിലുള്ള ഈ റോക്കറ്റ് ലോഞ്ചർ അല്ലെങ്കിൽ അത്തരം പദ്ധതികളുമായി താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ ഈ സൂര്യാസ്ത്രയുടെ പ്രത്യേകത എന്ത്? ഈ കഴിഞ്ഞ ദിവസം ഇന്ത്യയിലെ ഒരു സ്വകാര്യ കമ്പനിയായ നൈബി അവർ വിജയകരമായി പരീക്ഷിച്ച റോക്കറ്റ് സിസ്റ്റമാണ് ഈ സൂര്യാസ്ത്ര. ഇതിന് യൂണിവേഴ്സൽ റോക്കറ്റ് ലോഞ്ചർ എന്ന കാറ്റഗറിയിലാണ്. അതായത് ഇത് വിശാലമായിട്ട് പറഞ്ഞാൽ മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചർ അഥവാ മൾട്ടിപ്പിൾ റോക്കറ്റ് ലോഞ്ചർ എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുത്താവുന്ന ഒരു റോക്കറ്റ് സിസ്റ്റമാണ്, ലോഞ്ചിങ് സിസ്റ്റമാണ്. എന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ഇത് 150ഉം 300ഉം കിലോമീറ്റർ ദൂരം ഉള്ള ടാർഗറ്റുകളെ നശിപ്പിക്കാൻ ശേഷിയുള്ള ഗൈഡഡ് റോക്കറ്റുകളാണ്. ഈ ഗൈഡഡ് റോക്കറ്റുകൾക്ക് ആധുനിക യുദ്ധത്തിൽ വലിയ പ്രസക്തിയുണ്ട്. ഏരിയ ക്ലിയറൻസ് എന്ന ഒരു കാറ്റഗറിയിലാണ് ഈ മൾട്ടിപ്പിൾ MBRL അല്ലെങ്കിൽ മൾട്ടിപ്പിൾ റോക്കറ്റ് ലോഞ്ചർ MRL എന്ന് പറയുന്ന റോക്കറ്റുകൾ ഉപയോഗിക്കുന്നത്. ഇതിലെ ഒരു റോക്കറ്റ് ലോഞ്ചർ ബാറ്ററി ഉപയോഗിച്ച് 1 സ്ക്വയർ കിലോമീറ്റർ ഒക്കെ ശത്രുവിന്റെ എല്ലാ കേന്ദ്രങ്ങളും ഇല്ലാതാക്കാൻ ഇതിന് പറ്റും. ചെലവ് കുറവാണ് എന്നുള്ളതാണ് ഈ റോക്കറ്റ് ലോഞ്ചറുകളുടെ ഈ ലോഞ്ചറുകളിൽ നിന്നും അയക്കുന്ന റോക്കറ്റുകളുടെ പ്രസക്തി. അത് പലതരം റോക്കറ്റുകളുണ്ട്. 120 മില്ലിമീറ്റർ, 130 മില്ലിമീറ്റർ, അതിന്റെ ബ്രെഡ്ത്തിനെയാണ് അത് കാണിക്കുന്നത്, അതിന്റെ റോക്കറ്റുകളുടെ വ്യാസത്തിനെയാണ്. അപ്പോ ഇത്തരം റോക്കറ്റുകൾ കാര്യത്തിൽ ഇന്ത്യ ഈ കഴിഞ്ഞ കുറെ കൊല്ലങ്ങളായിട്ട് കുറച്ച് പുരോഗതി ഉണ്ട്. നമ്മുടെ പിനാക റോക്കറ്റ് ലോഞ്ചർ വളരെ ലോകം അംഗീകരിച്ചു. കാരണം വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്ന റോക്കറ്റ് ലോഞ്ചിങ് സിസ്റ്റമാണ് പിനാക. ആ പിനാകയെ പോലുള്ള എന്നാൽ അതിനേക്കാൾ ദൂരപരിധിയുള്ള റോക്കറ്റ് ലോഞ്ചറുകൾ ആണ് ഈ സൂര്യാസ്ത്ര. പിനാകയിൽ നിന്നുമുള്ള ഒരു വ്യത്യാസം, ഈ സൂര്യാസ്ത്ര റോക്കറ്റുകൾക്ക് പിനാകയുടെ ഒക്കെ ഇരട്ടിയോ അല്ലെങ്കിൽ 2 ഇരട്ടിയോ ഒക്കെ ദൂരം പോകാൻ പറ്റുന്ന റോക്കറ്റുകൾ ആണിത്. പക്ഷെ ഇത് ഒരേ സമയം 2 3 റോക്കറ്റുകളെ ഇതിൽ നിന്നും വിക്ഷേപിക്കാൻ പറ്റും. ഇത് ഇത്ര ദൂരം തന്നെ പോകുന്ന പണ്ട് നമ്മൾ വികസിപ്പിച്ചെടുത്ത 300 കിലോമീറ്റർ റേഞ്ചുള്ള പൃഥ്വിയൊക്കെ ഉണ്ട്. പക്ഷെ പൃഥ്വി അത് മിസൈലാണ്, അതിന് ഇതിനേക്കാൾ വലിയ ചെലവ്. പണ്ട് റോക്കറ്റ് ലോഞ്ചറുകൾക്ക് ഒരു പരിമിതി ഉണ്ടായിരുന്നു, അത് ഗൈഡഡ് അല്ല. അതായത് അത് നിയന്ത്രിക്കാൻ പറ്റത്തില്ല. ഒരു ലക്ഷ്യം വെച്ചങ്ങ് വിടുകയാണ്. ചിലപ്പോൾ അവിടെ പോയി കൊള്ളും, ചിലപ്പം ഒരു 5 കിലോമീറ്റർ അപ്പുറത്തായിരിക്കും പോകുന്നത്, ചിലപ്പം ഭാഗ്യമുണ്ടെങ്കിൽ കൃത്യമായിട്ട് പോയിക്കൊള്ളും. പക്ഷെ ഇപ്പോഴത്തെ റോക്കറ്റുകൾ അതല്ല. അതിനാണ് ഗൈഡഡ് റോക്കറ്റ് എന്ന് പറയുന്നത്. അതിന് കൃത്യമായിട്ടും നമ്മുടെ ഈ GPS ഒക്കെ വഴി അതിനെ ഗൈഡ് ചെയ്യാൻ പറ്റും. സർക്കുലർ എറർ പ്രോബബിലിറ്റി എന്നൊരു വാക്കുണ്ട്. അതായത് ഒരു റോക്കറ്റ് ഇനി അഥവാ അതിന്റെ ആ കറക്റ്റ് ലക്ഷ്യത്തിൽ നിന്ന് കുറച്ച് മാറിയാലും എത്ര ദൂരം പോകും. ഈ സൂര്യാസ്ത്രയുടെ ഉപയോഗിച്ച് വിടുന്ന റോക്കറ്റുകൾക്ക് അത് 150 കിലോമീറ്റർ റേഞ്ചുള്ള റോക്കറ്റിന്റെ സർക്കുലർ എറർ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1.5 മീറ്റർ. അതായത് പരമാവധി ഇത് പോയി ഇത് എത്ര തെറ്റിയാലും ഇത് 1.5 മീറ്ററിന് അപ്പുറത്തോട്ട് തെറ്റത്തില്ല എന്ന് പറയുമ്പോൾ വളരെ കൃത്യമാണെന്ന് മനസ്സിലായോ. ഒരു റോക്കറ്റിൽ ഉള്ള സ്ഫോടക വസ്തുക്കൾ വെച്ച് നോക്കുമ്പോൾ 1.5 മീറ്റർ അല്ല 10 മീറ്റർ അകലെ പോയാലും അത് നാശം ഉണ്ടാകും. അപ്പൊ 1.5 മീറ്റർ വരെ കൃത്യമായിട്ട് അതിനപ്പുറത്തേക്ക് ഒരിക്കലും ഈ റോക്കറ്റ് തെറ്റിപ്പോത്തില്ല. 300 കിലോമീറ്റർ റോക്കറ്റ് ആണെങ്കിൽ അതിന്റെ സർക്കുലർ എറർ പ്രോബബിലിറ്റി, അതായത് ഇനി തെറ്റുകയാണെങ്കിൽ പരമാവധി 2 മീറ്റർ, അതിനപ്പുറത്തേക്ക് ഇത് തെറ്റിപ്പോത്തില്ല. അതായത് കൃത്യമായിട്ട് ലക്ഷ്യസ്ഥാനത്ത് ഗൈഡ് ചെയ്ത് നമുക്ക് അവിടെ കൊണ്ട് നാശം വരുത്തിക്കുക. ഇത് യൂണിവേഴ്സൽ റോക്കറ്റ് ലോഞ്ചർ എന്ന് പറയുന്നത് പലതരത്തിലുള്ള, ഞാൻ ആദ്യം പറഞ്ഞു ഇതിന്റെ പലതരത്തിലുള്ള റോക്കറ്റ് 105 മില്ലിമീറ്റർ ഉണ്ട്, 120 മില്ലിമീറ്റർ, 133 മില്ലിമീറ്റർ, അങ്ങനെയൊക്കെ പറയുന്ന എല്ലാ തരം റോക്കറ്റുകളും ഇതിൽ നിന്നും വിക്ഷേപിക്കാൻ പറ്റും. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. പക്ഷെ ഇതിന്റെ ഒരു പരിമിതി
ഇതിൽ നിന്ന് ഒരേ സമയം 2-3 റോക്കറ്റുകളൊക്കെ വിക്ഷേപിക്കാൻ പറ്റും. പക്ഷെ നമ്മൾ ആദ്യം പറഞ്ഞ പിനാകയുണ്ട്, ആ പിനാക. പിനാക റേഞ്ചിന്റെ കാര്യത്തിൽ ഇതിനേക്കാൾ പിറകിലാണ്. പിനാകയുടെ റേഞ്ച് എന്ന് പറയുന്നത് ആദ്യം ഘട്ടത്തിൽ ഇന്ത്യ തയ്യാറാക്കിയപ്പോൾ അതിന് ഏതാണ്ട് 48-50 കിലോമീറ്റർ ഒക്കെ ഉള്ളായിരുന്നു. പിന്നീട് അത് എക്സ്റ്റൻഡഡ് റേഞ്ച് 70 കിലോമീറ്റർ ആക്കി, 90 കിലോമീറ്റർ ആക്കി വർദ്ധിപ്പിച്ചു. ഇപ്പൊ പിനാക മാർക്ക് 3 ഈ അടുത്ത ദിവസങ്ങളിൽ ഇന്ത്യ പരീക്ഷിച്ചു. അതിന്റെ റേഞ്ച് 120 കിലോമീറ്റർ. ആ പിനാക മാർക്ക് 3 വാങ്ങാൻ ഫ്രാൻസ് പോലും താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുകയാണ്. ഫ്രാൻസിനെ പോലെ ഒരു വികസിത രാജ്യത്തിന് അത് കണ്ടപ്പോൾ അത് വാങ്ങണമെന്നുണ്ട്. തീർച്ചയായിട്ടും. പക്ഷേ ഈ സൂര്യാസ്ത്രയുടെ അപേക്ഷിച്ച് അതിനുള്ള ഗുണം ഒരേ സമയം സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ 12 റോക്കറ്റുകളാണ് അതിൽ നിന്ന് ലോഞ്ച് ചെയ്യുന്നത്. അപ്പം അത് എണ്ണം വളരെ കൂടുതലാണ്, പക്ഷെ റേഞ്ച് കുറവാണ്. സൂര്യാസ്ത്രയുടെ 150-ഉം 300-ഉം 2 റേഞ്ചാണ്. 300 എന്ന് പറയുന്നത് പിനാകയുടെ ഏറ്റവും എക്സ്റ്റൻഡഡ് റേഞ്ച് നമ്മൾ മാർക്ക് 3യുടെ 120 കിലോമീറ്ററിന്റെ ഒരു 3 ഇരട്ടിയോളം, 2 ഇരട്ടിയിൽ 2.5 ഇരട്ടിയോ റേഞ്ച് ഉണ്ട്. അപ്പൊ ഇത് ഇന്ത്യക്ക് വളരെ അത്യാവശ്യമുള്ള ഒരു റോക്കറ്റ് ആയിരുന്നു ഈ എക്സ്റ്റൻഡഡ് റേഞ്ച്. അല്ല, ഈ സൂര്യാസ്ത്രം. എന്തെന്നാൽ സൂര്യാസ്ത്രം ചൈനയുടെ കൈവശം 300 കിലോമീറ്റർ റേഞ്ചുള്ള റോക്കറ്റുകളുണ്ട്. ഉണ്ട്. അത് ഇന്ത്യക്ക് കുറച്ചൊരു തലവേദന ഉണ്ടായി. ഓ. ഈ 300 കിലോമീറ്റർ റേഞ്ചുള്ള ഒരു റോക്കറ്റ് അവരുടെ കയ്യിലുണ്ട്. അവരത് പാകിസ്ഥാന് കൊടുക്കാൻ സാധ്യതയുണ്ട്. ഓ. പാകിസ്ഥാന് 150 കിലോമീറ്ററിന്റെ റോക്കറ്റ് പാകിസ്ഥാൻ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. പക്ഷെ അതൊക്കെ തന്നെ ഞാൻ പറഞ്ഞ പോലെ പരിമിതി എന്ന് പറഞ്ഞാൽ 2 എണ്ണമേ വിടാൻ പറ്റത്തുള്ളൂ ഒരേ സമയം. അതെ സർ. പിനാകയുടെ ഗുണം എന്ന് പറയുന്നത് 12 എണ്ണം ഒരേ സമയം വിടാം. അങ്ങനെ പിന്നെ അങ്ങനെയുള്ള ലോഞ്ചറുകൾ ഒരു 6 എണ്ണം ഉള്ളതാണ് ഒരു ബാറ്ററി. അപ്പൊ അതെന്ന് പറയുന്നത് ഒരേ സമയം എത്ര എണ്ണം പോകുന്നു ആലോചിച്ച് നോക്കണം. 12 ഗുണം 5 എന്ന് പറയുമ്പോൾ 60 എണ്ണമൊക്കെ ഒരേ സമയം സെക്കൻഡുകൾ ഇടവിട്ട് ഇങ്ങനെ പിന്നെന്താണ് ഈ മഴ പെയ്യുന്ന പോലെ ആയിരിക്കും ഇവിടുന്ന് റോക്കറ്റ് വിടുന്നത്. അതിന്റെ ഒരു ഗുണമാണ്. അതെ. അപ്പം ശത്രുവിന്റെ ഒരു എയർപോർട്ടൊക്കെ പിനാകയുടെ ഒരൊറ്റ ബാറ്ററി കൊണ്ട് തീർത്ത് കളയാം. ഇതിന്റെ ഗുണമെന്ന് പറഞ്ഞാല്, ഈ റോക്കറ്റ് ലോഞ്ചറുകളുടെ ഗുണമെന്ന് പറഞ്ഞാല് ഈ വിമാനങ്ങൾ ഉപയോഗിക്കേണ്ട കാര്യം. അതായത് നമ്മളിപ്പോ ഒരു ശത്രു രാജ്യത്തിന്റെ സ്ട്രാറ്റജിക് അസറ്റുകൾ എന്ന് പറയുന്ന പ്രദേശങ്ങൾ തകർക്കാനാണ് ഈ റോക്കറ്റ് ലോഞ്ചറുകൾ ഉപയോഗിക്കുക. ഇപ്പൊ ഉദാഹരണത്തിന് അവരുടെ ഒരു പവർ പ്രോജക്റ്റ്, ഒരു എയർപോർട്ട് എന്ന് പറയുമ്പോൾ കുറെ ഏക്കർ വരുന്ന ഒരു സ്ഥലമാണ്. അതിന്റെ എല്ലാ മൂലയ്ക്കും എത്തും. അപ്പോ ശരിക്കും ഒരു യുദ്ധവിമാനം പോയിട്ട് അവിടെ ബോംബിട്ടിട്ട് വരുമ്പോൾ ചിലപ്പോൾ യുദ്ധവിമാനത്തിന് നേരെ മിസൈൽ ആക്രമണം ഉണ്ടാവും. തീർച്ചയായിട്ടും. ഇതിന്റെ കാര്യത്തിൽ അങ്ങനെയൊന്നുമില്ല. ഇത് ഒരു സേഫ് ഡിസ്റ്റൻസിൽ നിന്നുകൊണ്ട് ശത്രുവിന്റെ സ്ട്രാറ്റജിക് അസറ്റ്, തന്ത്രപരമായ അസറ്റുകളെ, ആസ്തികളെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കും. മനസ്സിലായി. അതാണ് ഈ റോക്കറ്റ് ലോഞ്ചറുകളുടെ. അപ്പൊ സാർ ഇതില് സാർ ഇടയ്ക്കൊന്ന് ഇടപെട്ടോട്ടെ സാർ, ഇത് ചൈന പാകിസ്ഥാന് കൊടുത്തിട്ടുള്ളതിനേക്കാളും നമുക്ക് ഇരട്ടി കിലോമീറ്റർ ദൂരമുള്ളതാണ് നമ്മൾ വികസിപ്പിച്ചിരിക്കുന്ന ഈ സൂര്യാസ്ത്ര അല്ലേ? അതെ. പക്ഷെ ഈ സൂര്യാസ്ത്ര ഇതിന്റെ ടെക്നോളജി നമ്മളുടേതല്ല. അതെ സാർ, അത് ഞാൻ ചോദിക്കാൻ വരികയായിരുന്നു സാർ. അത് ടെക്നോളജി നമ്മുടേതാണോ അതേ പുറത്തുനിന്ന്? അതെ, ഒന്ന് പറയണം സാർ. അതായത് ഇസ്രായേൽ വികസിപ്പിച്ചെടുത്ത എൽബിറ്റ് സിസ്റ്റംസ് എന്ന ഇസ്രായേൽ കമ്പനി വികസിപ്പിച്ചെടുത്ത ടെക്നോളജിയാണിത്. ഈ ടെക്നോളജി ഇന്ത്യയുടെ ഒരു സ്വകാര്യ കമ്പനിയായ നൈബി എന്ന സ്വകാര്യ കമ്പനിക്ക് അവർ കൈമാറിയിട്ടുണ്ട്. അപ്പോൾ ആവശ്യാനുസരണം ഇന്ത്യയിൽ നമുക്ക് നിർമ്മിക്കാം. അവർക്ക് അതിനുള്ള ഒരു റോയൽറ്റി കൊടുത്തിട്ടുണ്ട്. ഇത് ഇന്ത്യക്ക് നിർമ്മിക്കാം. ഇന്ത്യയുടെ ഉപയോഗത്തിന് എത്ര വേണമെങ്കിലും നിർമ്മിക്കാം. തദ്ദേശീയമായിട്ട് ഇത് ഇതൊക്കെ ഇതിന്റെ മിക്ക ഭാഗങ്ങളും ഇന്ത്യയിൽ തന്നെയാണ് ഉത്പാദിപ്പിക്കുന്നത്. അപ്പോ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തദ്ദേശീയമായിട്ട് തന്നെ ഇത് നിർമ്മിക്കുകയും ആവശ്യാനുസരണം നമുക്ക് ഇത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യാം. ഇത് സേഫായിട്ട് ശത്രുവിന്റെ തന്ത്രപരമായ ആസ്തികളെ നമുക്ക് നശിപ്പിക്കാം. വിമാനം ഉപയോഗിച്ചാൽ നമുക്ക് ഉണ്ടാകാവുന്ന റിസ്കുകൾ ഈ ഒരു റോക്കറ്റ് ലോഞ്ചർ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ആ റിസ്ക് ഇല്ല. അതായത് ഇതിന് വേറൊരു ഗുണമുള്ളതെന്ന് പറഞ്ഞാൽ ഈ റോക്കറ്റ് ലോഞ്ചറുകൾ മൂവബിൾ ആണ്. അതായത് ഇപ്പം ഈ ഒരു പ്രത്യേക പൊസിഷനിൽ നിന്നായിരിക്കും ഈ റോക്കറ്റ് ലോഞ്ചർ ഉപയോഗിച്ച് നമ്മൾ ആക്രമണം നടത്തുന്നത്. അപ്പൊ ശത്രുവിന്റെ റഡാറുകൾ കണ്ടുപിടിക്കും ഇങ്ങനെ ഒരു റോക്കറ്റ് ലോഞ്ചർ ഇവിടെ ഉണ്ടെന്ന്. അപ്പൊ ഈ റോക്കറ്റ് ലോഞ്ചറിനെ അവർ ആക്രമിക്കും, ഡ്രോൺ വഴിയോ അല്ലെങ്കിൽ മറ്റ് മിസൈലുകൾ വഴിയോ. അങ്ങനെ ആക്രമിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്
ഒരു 2 മിനിറ്റ് കൊണ്ട് ഞാൻ പറഞ്ഞ പോലെ ഈ ആക്രമണം നടത്തിയിട്ട് ഇതിന്റെ പൊസിഷൻ പെട്ടെന്ന് മാറും. പിന്നെ ഇത് പെട്ടെന്ന് ഓടിച്ച് 1 കിലോമീറ്റർ അപ്പുറത്തേക്ക് പോകും. മനസ്സിലായി. മനസ്സിലായോ? അപ്പം അതെ. ഇത് മൊബൈലാണ്. ഇതിന് ഗൈഡഡ് ആണ്. ഇതിന് കൃത്യമായിട്ടും ഒരു സേഫ് ഡിസ്റ്റൻസിൽ നിന്നും നമുക്ക് ശത്രുവിന്റെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളെ ആക്രമിച്ച് നശിപ്പിക്കാൻ പറ്റും. ഇത് ചെലവ് കുറവുള്ളതാണ്. അപ്പൊ പല അർത്ഥത്തിലും റോക്കറ്റുകൾ ആധുനിക യുദ്ധത്തിൽ വലിയ പങ്ക് വഹിക്കാൻ പോവുകയാണ്. ഇന്ത്യയുടെ പിനാക ലോകം എല്ലായിടത്തും അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞു. പിനാക ആ പിനാക വീണ്ടും പിനാകയുടെ 3 എന്ന് പറയുന്നത് ഇതിന് സമാനമായ, അതായത് 300 കിലോമീറ്റർ എക്സ്റ്റൻഡഡ് റേഞ്ച് ഉള്ള റോക്കറ്റുകൾ പായിക്കാനുള്ള ശേഷിയിലേക്ക് നമ്മൾ അത് മാറ്റുകയാണ്. അതായത് ഈ റോക്കറ്റുകളിൽ റാംജെറ്റ് എഞ്ചിൻ ഉപയോഗിക്കുന്ന റോക്കറ്റുകൾ നിർമ്മിക്കാനായിട്ട് ഇന്ത്യ തുടങ്ങുകയാണ്. അതായത് ഇന്ത്യ തീർച്ചയായിട്ടും ഈ റോക്കറ്റ് ലോഞ്ചറുകളുടെ കാര്യത്തിൽ വലിയ മുന്നേറ്റം നടത്തിയിരിക്കുന്നു. ഇപ്പോഴുള്ള സാർ സൂര്യാസ്ത്രയുടെ അപ്പോ ഒരു അപ്പോ ഗുണം കൂടെ സാർ ഒരു സംശയം പറഞ്ഞു. ചോദിച്ചോട്ടെ സാർ. ഈ സൂര്യാസ്ത്രയുടെ അതെ. ഈ റോക്കറ്റിനെ കുറിച്ച് പറയുമ്പോൾ, റോക്കറ്റ് വിക്ഷേപണം, അതെ, ഇതിനെക്കുറിച്ച് പറയുമ്പോൾ അമേരിക്കയും ചൈനയുമായി കമ്പയർ ചെയ്യുമ്പോൾ കിലോമീറ്റർ കൂടുതലാണോ സാർ നമ്മുടെ ഈ റോക്കറ്റ് ലോഞ്ചറിന്? അല്ല, അമേരിക്കയുടെ കൈവശമുണ്ട് ഈ 300 കിലോമീറ്റർ പോകുന്ന റോക്കറ്റ് ഉണ്ട്. ഉണ്ട്. ചൈനയുടേതിനേക്കാൾ നമ്മൾ മെച്ചപ്പെട്ടാണ്. കാരണം ഇസ്രായേലിന്റെ ടെക്നോളജിയാണ്. അതെ. ചൈനയുടെ റോക്കറ്റ് ലോഞ്ചറിനേക്കാൾ മെച്ചപ്പെട്ടതാണ്. ആ 300 കിലോമീറ്ററോളം വരുന്ന ഏതാണ്ട് 270 കിലോമീറ്റർ വരുന്ന ഒരു റോക്കറ്റ് ചൈന ഇപ്പോൾ വികസിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിലും പല അർത്ഥത്തിലും സർക്കുലർ എറർ പ്രോബബിലിറ്റി എന്നൊക്കെ പറയുന്ന ഞാനൊരു ഘടകം പറഞ്ഞല്ലോ, അത് അതെ. തെറ്റിപ്പോകാനുള്ള സാധ്യത അതൊക്കെ ഇതിന് വളരെ കുറവാണ്. അപ്പോൾ അതെ സാർ. തീർച്ചയായിട്ടും അമേരിക്കയുടെ റോക്കറ്റുകൾ കഴിഞ്ഞാൽ പിന്നെ റഷ്യയുടെ സ്മർച്ചായിരുന്നു നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും അതിനെയൊക്കെക്കാൾ വളരെ മെച്ചപ്പെട്ട ടെക്നോളജിയാണ് റോക്കറ്റുകളുടെ കാര്യത്തിൽ ഇസ്രായേലിനുള്ളത്. വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ, അതായത് ഇന്ത്യയുടെ പിന്നെ ഈ റോക്കറ്റ് ലോഞ്ചറുകളുടെ ആധുനികവൽക്കരണം, അത് പിനാകയാകട്ടെ സൂര്യാസ്ത്രയാവട്ടെ, പിന്നെ സൂര്യാസ്ത്രമായിട്ട്. ഇത് ഇന്ത്യയുടെ മറ്റൊരു സ്വകാര്യ കമ്പനിയും കൂടി ഇത് വികസിപ്പിക്കുന്നുണ്ട്. ഈ 300 കിലോമീറ്റർ അവരും ഏതാണ്ട് ഇക്കാര്യത്തിൽ വലിയ പുരോഗതി നേടിയിട്ടുണ്ട്. അവർ തദ്ദേശീയമായിട്ട് തന്നെയുള്ള ടെക്നോളജിയാണ്. ആദ്യം 200 കിലോമീറ്റർ, പിന്നെ 300 കിലോമീറ്റർ. എന്തായാലും ശരി, ഈ മേഖലയിൽ ഇന്ത്യ വലിയ കുതിപ്പാണ് നടത്തുന്നത്. കൂടുതൽ വിശദാംശങ്ങളുമായിട്ട് വരും ദിവസങ്ങളിൽ നമുക്ക് നമുക്ക് തുടർന്നിരിക്കാം. വീണ്ടും പ്രേക്ഷകരെ തുടർന്നിരിക്കാം. സമീപിക്കാം. തുടർന്നിരിക്കാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു സാർ.